ഹായ്, ഞാൻ ആര്യ. എൻ്റെ ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാം, ഈ പ്രഗ്നൻസി സമയത്ത് വരുന്ന ഡയബറ്റിക് പോലുള്ള അവസ്ഥകളിൽ ഒരു ഗർഭിണി ഫുഡിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഡയബറ്റിക് പ്രോൺ അവസ്ഥയാണ്. കാരണം ഒരു 28 ആഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു ഗർഭിണിയുടെ ശരീരത്തിൽ ഒരു ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ വരും. അത് കുറച്ചുകൂടി ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഈ ഡയബറ്റിക് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ GDM, ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും, പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റിസിനെ. അപ്പോൾ അത്തരം അവസ്ഥകളുള്ള ആൾക്കാരോട് നമ്മൾ സ്പ്ലിറ്റ് മീൽസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്, അതായത് ലഡു, ജിലേബി, ചോക്ലേറ്റ്, സ്വീറ്റ് ഐറ്റംസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ എവറി 2 hours കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാം. എപ്പോഴും സ്പ്ലിറ്റ് മീൽസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. കുറച്ച് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ അധികം ആഡ് ചെയ്യുക. ഈവൻ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ, ഇപ്പോൾ ചെറുപയർ മുളപ്പിച്ചത് അല്ലെങ്കിൽ മുട്ട, അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതത് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ അതത് മാസങ്ങളിൽ അത് ചെയ്തു പോവേണ്ടതിൻ്റെ ആവശ്യകത ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് കുടിച്ച ടെസ്റ്റ് ചെയ്യാൻ പറയും. അതിലൊക്കെ നമുക്കൊരു സ്പെസിഫിക് കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ഒരാൾക്കും നോൺ പ്രഗ്നൻസിയിലും ഉള്ള കട്ട് ഓഫ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ കുറച്ചും കൂടി അത് കുട്ടിയുടെ ഗ്രോത്തിന് ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഷുഗർ റേഞ്ച് ഒരു പെർട്ടിക്കുലർ റേഞ്ചിന് താഴെ പ്രഗ്നൻസിയിൽ നിർത്തുമ്പോഴാണ് അത് കുട്ടിക്ക് ഒന്നും കൂടി ഒരു ബെറ്റർ ഔട്ട്കം, അതായത് കുട്ടിക്ക് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കട്ട് ഓഫുകളാണ് നമ്മൾ പ്രഗ്നൻസിയിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.